ഞാനിവിടെ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഏത് തരം അവൽ വേണമെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഒരു 2 വട്ടം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് വെക്കണം. മാക്സിമം ഒരു 5 മുതൽ 10 മിനിറ്റ് വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ ഇത് കുതിർന്ന് സോഫ്റ്റായി കിട്ടും. ചില അവലൊക്കെ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. എന്തായാലും അവൽ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം, അത്രേ വേണ്ടൂ. കുറച്ച് സവാളയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർക്കാം. ജീരകം ചേർത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ജീരകം മൂത്തതിന് ശേഷം ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. സവാള അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങയാണ് ചേർക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ കൂട്ടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. തേങ്ങ ചേർത്തതിന് ശേഷം മാക്സിമം ഒരു 1 മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഒരല്പം മല്ലിയിലയും കരിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കരിവേപ്പില മാത്രം ചേർത്താലും മതിയാവും. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ക്യാരറ്റ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റ് നമ്മൾ ചേർത്തതിന് ശേഷം കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 1-2 മിനിറ്റ് മാത്രം വഴറ്റിയാൽ മതിയാവും. ക്യാരറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയും മതിയാവും. ഇതിനി ഒന്ന് തണുക്കണം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് അവലും നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കണം. വെള്ളം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കാം. ഗോതമ്പ് പൊടി ചേർക്കുന്നത് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 കപ്പ് അവലിന് 1/2 കപ്പ് ഗോതമ്പ് പൊടി എന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട്. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടിപ്പോയരുത്. കുറച്ച് കട്ടിയിൽ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ദോശ ശരിക്കും കിട്ടുള്ളൂ. ഒരുപാട് വെള്ളമായി പോരുത്. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ടിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ആ മാവിൻ്റെ ഒരു പരുവം എന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. കുറച്ച് കട്ടിയിൽ തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ലൂസായ ദോശ ശരിക്കും കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ദോശ നല്ല സോഫ്റ്റായി കിട്ടും. മാത്രമല്ല ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കട്ടിയിലാക്കിയാൽ മതി. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം 1 സ്പൂൺ മാവ് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് വലിയ ദോശ ആക്കാതെ ഇതുപോലെ ചെറുതാക്കുന്നതായിരിക്കും നല്ലത്. 1 സ്പൂൺ മാവ് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ സമയത്ത് നമ്മളത് പരത്താൻ നിൽക്കണ്ട. കുറച്ച് കട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്, എന്നാലേ നമുക്ക് ആ ശരിക്ക് കിട്ടുള്ളൂ. കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ. ആ മാവൊക്കെ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം പതുക്കെ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം. വലിയ ദോശക്കല്ലിക്കാണെങ്കിൽ നമുക്കൊരു 4 എണ്ണം ഒറ്റയടിക്ക് തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ ആക്കാം. അങ്ങനെയാണെങ്കിൽ 2 സ്പൂൺ മാവ് നിറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറേ അങ്ങ് പരത്താതെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അത് ശരിക്കും ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ സെറ്റ് ആയിക്കോളും. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു സൈഡ് വെന്തതിന് ശേഷം മാത്രം മറിച്ചിടാൻ നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അവൽ കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു കറികളൊന്നും വേണ്ടിവരില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റുമാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലുപ്പത്തിൽ വേണമെങ്കിൽ വലുപ്പത്തിലാക്കാം. പക്ഷേ നമ്മൾ ആ മാവ് ഒരുപാടിട്ട് പരത്താതിരുന്നാൽ മതി. ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.